ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനു സ്ട്രീറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മട്ടൺ ഉലർത്താണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഈ മട്ടൺ ഉലർത്തിന്. അപ്പോൾ മട്ടൺ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് കാണാം. മട്ടൺ ഉലർത്ത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ 1 കിലോ മട്ടണാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് മട്ടൺ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് 15-20 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും 4 പച്ചമുളകും കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. മീഡിയം സൈസ് ആണെങ്കിൽ 2 സവാള, വലുതാണെങ്കിൽ 1 സവാള ഹാഫ് സ്ലൈസായിട്ട് കട്ട് ചെയ്തത് 1 കപ്പ് ഉണ്ട് മെഷർ ചെയ്തപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3.5 ടീസ്പൂൺ കുമിച്ചെടുത്ത മല്ലിപ്പൊടി, അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാലകളെല്ലാം ഒരു 6-7 മിനിറ്റ് എടുത്ത് ആ മട്ടനിലേക്ക് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മട്ടനിലേക്ക് നന്നായിട്ട് ആ മസാലകളൊക്കെ പിടിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഇത് കാണണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം ഒരു 15-20 മിനിറ്റ് മട്ടൺ ഒന്ന് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുക്കറിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി മട്ടൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ മട്ടണിൽ പുരട്ടിയിരിക്കുന്ന മസാലകളുടെയൊക്കെ പച്ച മണം മാറാനായിട്ട് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മൾ മട്ടൺ ഉലർത്താണ് ഉണ്ടാക്കുന്നത്. ഉലർത്തിന് അധികം ഗ്രേവിയുടെ ആവശ്യമില്ല. നമുക്ക് മട്ടൺ ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. ഇത് 12-15 മിനിറ്റെങ്കിലും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ രീതിയിൽ വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് മട്ടണിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. കണ്ടോ, ആ മട്ടണിൽ നിന്ന് തന്നെ വെള്ളം ഊറിയിട്ടാണ് ആ ഗ്രേവി പോലെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്ലിയറായിട്ട് അറിയാൻ പറ്റും നമുക്ക് എത്രത്തോളം വെള്ളമാണ് അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന്. ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചാൽ മതിയാകും. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്ലെയിം കൂടുതലായിപ്പോയാൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റാനും പെട്ടെന്ന് സ്റ്റീം വരാനും നമ്മളെ മട്ടൺ ചിലപ്പോൾ അടുക്കി പിടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഇനി ഇത് കുക്കറിൽ അടച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 5-6 വിസിൽ വന്നിട്ട് സ്റ്റീം പോയ ശേഷം ഞാൻ അടപ്പ് തുറക്കുകയാണ്. ഇപ്പോൾ ഇത്രയും ഗ്രേവി ഉണ്ട്. ഇതൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും. വളരെ കുറച്ച് ഗ്രേവിയുള്ളൂ. ഇത് ഇനി നമുക്ക് പറ്റിച്ചെടുക്കണം. ഇത് തവി കൊണ്ട് കുത്തി ഇളക്കുകയൊന്നും ചെയ്യരുത്. ഈ രീതിയിൽ മട്ടൻ്റെ ഗ്രേവി ഒന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ട്. മട്ടൻ്റെ ഗ്രേവി നല്ല കുറുകിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ പറ്റിച്ചെടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധ വേണം. അല്ലെങ്കിൽ അത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചുറ്റിച്ചു കൊടുക്കുക. മട്ടൺ ഉലർത്തിയെടുക്കാനായിട്ട് ഒരു ചുവടുകട്ടിയുള്ള പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 1 കപ്പ് സവാള ഹാഫ് സ്ലൈസായിട്ട് കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കുക. അത് ഒരുവിധം നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കിന് നമുക്ക് 1 കപ്പ് ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റി മൊരിയിക്കണം. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് ചെയ്യരുത്. എന്നാൽ പുറമെ പെട്ടെന്ന് മൊരിയും. എന്നാൽ ഉള്ളിയുടെ അകത്തോട്ടൊന്നും അത്ര മൊരിയില്ല. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോഴാവും നമ്മുടെ ഉലർത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് 10-12 അല്ലി വെളുത്തുള്ളി മുഴുവനെ ചതച്ചതാണിത്, അത് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 പച്ചമുളക് നെടുകെ കീറിയത് ചേർക്കണുണ്ട്. 5 വറ്റൽമുളക് ചേർക്കണുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരു നല്ല ഭംഗി ഉണ്ടാവും. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ചേർക്കണത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് വഴറ്റി മൊരിയിക്കണം. ഈ രീതിയിൽ മൊരിയിച്ചെടുക്കുമ്പോഴാണ് ഉലർത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതിയാകും. പെരിഞ്ജീരകത്തിൻ്റെ പൊടി റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ നമുക്ക് മട്ടൺ ചേർത്ത് കൊടുക്കണം. എങ്കിലാവും ആ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ നമ്മളെ മട്ടണിൽ നന്നായിട്ട് നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ അളവ് പെരിഞ്ജീരകത്തിന് കട്ടിയും കൂടാനും പാടില്ല. ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പാകത്തിന്. ഇനി ഒരു 5-10 മിനിറ്റ് മട്ടണും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും.
അങ്ങനെ നമ്മുടെ മട്ടൺ ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂ. പ്രിയപ്പെട്ടവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തൂ. ഹാപ്പി കുക്കിംഗ്.